أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനികളെ, നമ്മുടെ ജംഇന്റെ ക്ലാസ് 57. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഖിയാസ്. പറ്റാത്തതും പറ്റുന്നതൊക്കെ പറഞ്ഞു. സഹിയായ അഭിപ്രായ പ്രകാരം ഖിയാസ് പറ്റും, അതിൽ തന്നെ ചിലത് പറ്റാത്തതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ലൽ ഖിയാസ് അലാ മൻസൂഖിൻ, നസ്ഖ് ചെയ്യപ്പെട്ടതിന്റെ മേലിലും ഖിയാസ് ഒഴികെ അവിടെ ഖിയാസ് ഇല്ല. ഫലാ യജൂസു, ഖിയാസ് ജായിസാകൂല. എന്തുകൊണ്ട്? നസ്ഖ് ചെയ്യപ്പെട്ടതിന്റെ മേൽ ഖിയാസ് ജായിസാകൂല. കാരണം ലിന്തിഫാഇ ഇഅ്തിബാരിൽ ജാമിഇ ബിൻ നസ്ഖി, നസ്ഖ് ചെയ്തതുകൊണ്ടുള്ള ഒരു ജാമിഇനെ പരിഗണിക്കുക എന്നുള്ളതില്ല. ഒരു വിധി നസ്ഖ് ചെയ്തതാണ്, ആ നസ്ഖ് ചെയ്യപ്പെട്ടതിന്റെ മേലിൽ ഖിയാസ് കൊണ്ടുവന്നാൽ മഖീസിന്റെയും മഖീസ് അലൈഹിയുടെയും ഇടയിൽ ഒരു പരിഗണന വേണമല്ലോ, ജാമ്യ വേണം. ഇവിടെ നസ്ഖ് കൊണ്ടുള്ള ജാമ്യനെ ഇവിടെ പരിഗണിക്കുന്നില്ല. ആ പരിഗണന ഇല്ലാത്തത് കൊണ്ട് മൻസൂഖിന്റെ മേൽ എന്ത് ചെയ്യാൻ പറ്റൂല, നസ്ഖ് ഖിയാസാക്കാൻ പറ്റൂല എന്നുള്ളതാണ്. വഖീല, അവിടെ ഒരു ഖീലയുണ്ട്, യജൂസ് പറ്റും എന്നുള്ളതാണ്. മൻസൂഖിന്റെ മേൽ ഖിയാസ് പറ്റും. അതെന്താണ് പറ്റാൻ കാരണം? ലിഅന്നൽ ഖിയാസ, ഖിയാസ് എന്ന് പറഞ്ഞാല് മുളിഹിറുൽ ലിഹുക്മിൽ ഫർഇ അൽ കമീനി, മറഞ്ഞു കിടക്കുന്ന ഒരു ഹുക്മിന്, ഫർഇന് മറഞ്ഞു കിടക്കുന്ന ഒരു വിധിയുണ്ട്, ആ വിധി വെളിവാക്കുന്നതാണല്ലോ ഖിയാസ്. പിന്നെ നസ്ഖുൽ അസ്ലി, നസ്ഖ് കൊണ്ടുള്ള ജാമീന പരിഗണന ഇല്ല എന്നല്ലേ, ഇവിടെ നസ്ഖ് ഉണ്ട് താനും. അപ്പൊ ആ നസ്ഖ് അസ്ലിനെയാണ് നസ്ഖ് ചെയ്തത്, അതായത് മഖീസ് അലൈഹിയാണ്. ആ അസ്ലിന്റെ നസ്ഖ് ലൈസ നസ്ഖൻ ലിൽ ഫർഇ, അത് ഫർഇനുള്ള നസ്ഖ് ആകൂലല്ലോ. ഫർഇനുള്ള നസ്ഖ് ആവാത്തത് കൊണ്ട് അസ്ലിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലേ ആ നസ്ഖ്. അവ ആ നസ്ഖ് ഫർഇന് ബാധിക്കുന്നില്ല. അപ്പോൾ നസ്ഖ് ചെയ്യപ്പെട്ടതിന്റെ മേലിൽ ഒരു ഖിയാസ് വന്നാൽ, ഖിയാസാണെങ്കിലോ ഒരു ഫർഇന് മറഞ്ഞു കിടക്കുന്നൊരു വിധി വെളിവാക്കുക, അപ്പൊ ഖിയാസ് പറ്റൂലേ. അതാണ് ആ ഖീലക്കാര് പറഞ്ഞത്. അപ്പോ മൻസൂഖിന്റെ മേലിൽ ഖിയാസ് ഒഴികെന്ന് പറഞ്ഞു. ലസഖ് ഖിലാഫൻ ലിൽ മുഅമ്മിമീന, ആമാക്കിയവർക്ക് എതിരായിട്ട്. അതായത് ജവാസുൽ ഖിയാസി, ഖിയാസ് ജായിസാണ് ഫിൽ മുസ്തസനയാത്തിൽ മദ്കൂറത്തി. ഇവിടെ നമ്മൾ പറയപ്പെട്ടല്ലോ ഇസ്തസന ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ. അത്തരം ഇസ്തസന ചെയ്യപ്പെട്ട ആ കാര്യങ്ങളിലൊക്കെ എന്താണ് ഖിയാസ് പറ്റും എന്ന് പറഞ്ഞവരുണ്ട്. മൊത്തത്തിൽ ഖിയാസ് ആമാക്കിയവരുണ്ട്. ആ ഖിയാസിന്റെ ജവാസിനെ ആമാക്കി പറഞ്ഞവർക്ക് എതിരാണ് നമ്മൾ ഇസ്തസനട്ട് പറഞ്ഞത് അർത്ഥം. വഖദ് തഖദ്ദമ തൗജീഹുഹു, അങ്ങനെ അതിന്റെ ന്യായങ്ങളൊക്കെ മുമ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏത് ഖിയാസിന്റെ ജവാസ് പറ്റില്ല എന്നൊക്കെ അത് പറയുകയും ചെയ്തിട്ടുമുണ്ട്. വലൈസൻ നസ്സു, എങ്കിൽ നസ് അല്ല, അൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ മേൽ നസ്സല്ല. എന്തിനുള്ള ഇല്ലത്ത്? എന്ത്? ഹുക്കിമിൻ, ഒരു ഹുക്കുമിനൊരു ഇല്ലത്ത് വരണം. ഹുക്കുമുണ്ടാവും, ഇല്ലത്ത് ഉണ്ടാകും. ആ ഒരു കാരണം വെക്കുമ്പോൾ ആ കാരണത്തിന്റെ മേലിൽ എന്തില്ല? നസ് ഇല്ല. ഓരോ ഫി ജാനിബി തെറുക്കി, ആ കാര്യം ഒഴിവാക്കുന്നൊരു ഭാഗത്തിലാണ് എങ്കിൽ പോലും ആ ഹുക്കുമിനുള്ള ഇല്ലത്തിന്റെ മേൽ നസ് അല്ല. എന്തല്ല? അംറം ബിൽ ഖിയാസി, ഒരു ഖിയാസ് കൊണ്ടുള്ള കൽപ്പനയല്ല. അപ്പൊ ഒലൈസൻ നസ്സു, നസ്സല്ല. എന്തിന്റെ മേൽ നസ്? അൽ ഇല്ലത്തിൽ ഹുക്കിമിൻ, ഒരു വിധിക്കുള്ള കാരണമായി വന്നു, ആ ഇല്ലത്ത് നസ്സാണ്. ആ നസ് വലോ ഫി ജാനിബി തെറുക്കി, ആ വിധി വന്നത് എവിടെയാണെന്നോ ഒരു കാര്യം ഒഴിവാക്കുക എന്നാ, അങ്ങനെ ഒഴിവാക്കുന്നതിന്റെ ജാനിബിൽ, ആ ജാനിബിലാണ് എന്ത് പറയുന്നത്, ഈ ഇല്ലത്ത് ഹുക്കുമിനുള്ള ഇല്ലത്തിന്റെ മനസ്സ് വന്നത് എങ്കിൽ പോലും അത് അംറൻ, കൽപ്പനയല്ല, ബിൽ ഖിയാസി, ഖിയാസോടുള്ള കൽപ്പനയല്ല എന്ന് പറഞ്ഞ ലൈസ അംറൻ ബിഹി, അതുകൊണ്ട് കൽപ്പനയില്ല. അപ്പൊ ഇങ്ങനെ ഇല്ലത്തിന്റെ മനസ്സുണ്ടായതുകൊണ്ട് ഖിയാസ് ചെയ്യണമെന്നൊരു കൽപ്പന ഇവിടെ ഉണ്ടോ? ഇല്ല. ലാ ഫി ജാനിബിൽ ഫിഇലി, ഫിഇലിന്റെ ഭാഗത്തും ഇല്ല.
ഉദാഹരണം നഹു അക്കിരിം ജയ്ദൻ, ജയ്ദിനെ നീ ബഹുമാനിക്കണേ ഇൽമിഹി, അവൻ അറിവുള്ളത് കൊണ്ട്. ഇവിടെ ജയ്ദിന് ബഹുമാനം കൽപ്പിക്കണം എന്ന് പറഞ്ഞ വിധിയുണ്ട്. ആ വിധി ഉണ്ടായതിന് കാരണം എന്താ? ഇല്ലത്ത് ഇൽമാണ്. അപ്പൊ ആ ഇൽമു നെസ്സായി പറഞ്ഞു. ഇങ്ങനത്തെ ഇൽമുള്ളത് നെസ്സായി വന്ന ഇല്ലത്ത്. അപ്പൊ ആ ഇല്ലത്തിന് നെസ്സ, ആ വിധിക്കുള്ള നെസ്സാണ്. അതിപ്പോ ഇവിടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ ജാനിബ, ഇവിടെ ഖിയാസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇവിടെ ഖിയാസിന് കൽപ്പനയില്ല. വലാബി ജാനിബി തെർക്കി, ഉപേക്ഷിക്കണം, ആ പ്രവൃത്തി ഒഴിവാക്കണം, അതിന്റെ ജാനിബിലും എന്തില്ല? ഖിയാസില്ല. ഉദാഹരണം നവൽ ഹംറു ഹറാം, കള്ള് ഹറാമാണ്. എന്തുകൊണ്ട് കള്ള് ഹറാമായി? ഇസ്കാരിഹ, അത് മസ്താക്കുന്നത് കൊണ്ട്. അവ ഇല്ലത്ത് ഇവിടെ എന്താണ്? വിധിക്ക് ഹറാമാവുള്ള ഇല്ലത്ത് ഇസ്കാറാണ്. അത് നെസ്സല്ലേ? അപ്പൊ ആ നെസ് കൊണ്ട് ഇവിടെ ഇപ്പൊ കള്ള് ഒഴിവാക്കണം എന്നുള്ളതാണ് ഉള്ളത്. ആ ഒഴിവാക്കുന്ന ജാനിബിലും ഖിയാസില്ല, പ്രവർത്തിക്കുന്ന ആ ഭാഗത്തിലും ഖിയാസ് കൊണ്ട് കൽപ്പന, നെസ് കൊണ്ട് എന്തില്ല? നെസ് ഖിയാസ് കൊണ്ടുള്ള കൽപ്പനയല്ല. അങ്ങനെ അല്ല എന്ന് നമ്മൾ പറയുന്നത് ആണെന്നാണ് ആര്? ഖിലാഫുൽ ബസരി അബുൽ ഹുസൈൻ, ബസറക്കാരനായ അബുൽ ഹുസൈൻ എന്ന് പറയുന്നവർക്കെതിരായിട്ട് ഫി ഖൗലിഹിം, മഹാനവറുകൾ അദ്ദേഹത്തിന്റെ വാക്കിൽ പറയുന്നു എന്ത്? അന്നഹു, നിശ്ചയമായിട്ടും, അനസ് അമറബി ഖിയാസ് കൊണ്ട് കൽപ്പിക്കുന്നു എന്ന ഫിൽ ജാനിബിനി, രണ്ട് ജാനിബിലും തെർക്കിന്റെ ജാനിബിലും ഫീലിന്റെ ജാനിബിലും കൽപ്പിക്കുകയാണ് നസ്, ഇല്ലത്തിന്റെ മേലുള്ള നസ്. കാരണം ഇതില ഫായിദത്ത ഇല്ലത്തി, അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ എന്താണെന്നറിയോ? കൽപ്പന ഇല്ലാന്ന് വെച്ചാൽ ഇവിടെ ഇല്ലത്ത് പറഞ്ഞു. ആ ഇല്ലത്ത് പറയുന്ന ഒരു ഫായിദയും ഉണ്ടാവുകയില്ലാതെ, കാരണം ഇല്ലാതാക്കാൻ ആ ഒരു ഫായിദ ഇതല്ലാതെ മറ്റൊന്നില്ലല്ലോ അവിടെ. എന്ത്? ഖിയാസാക്കുക എന്നതല്ലാതെ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഖിയാസാക്കണം. ആ ഖിയാസാക്കാനുള്ള ഒരു കൽപ്പന തന്നെയാണ് അൻസ്ഖുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത് എന്തല്ല? ശരിയല്ല എന്നുള്ളതാണ്. അപ്പോ ഇവിടെ അദമം നൽകായാലും ഉജൂദം നൽകായാലും എന്ത് ചെയ്യണം? ആ ഇല്ലത്ത് കൊണ്ടൊരു വിധി കൽപ്പിക്കലല്ലേ, അതല്ലാതെ മറ്റൊരു ബന്ധം ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നെസ് എന്താകുന്നുണ്ട്? ഇവിടെ ഖിയാസ് കൊണ്ട് കൽപ്പിക്കൽ തന്നെയാണെന്നാ. ഹത്താ, എത്രത്തോളം ലൗലം യരിദ് തഅബ്ബുദു ബിൽ ഖിയാസി, ഖിയാസ് കൊണ്ട് ആരാധന അല്ലെ കൽപ്പനകൾ, ഖിയാസ് കൊണ്ടുള്ള ആ ഒരു ഇബാദത്ത് കൽപ്പിക്കല് അത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഉസ്തുഫീദ മിൻ ഹാദിഹി സൂറത്തി, ഈ പറയുന്ന രൂപങ്ങളിൽ നിന്നൊക്കെ അതെടുക്കുമായിരുന്നു. ഇതിപ്പോ അവിടെ കൽപ്പന വന്നു ഖിയാസ് കൊണ്ട്. അപ്പൊ ഖിയാസ് കൊണ്ട് ഒരു കൽപ്പന വന്നിട്ടില്ല എന്ന് വെക്ക, എങ്കിൽ പോലും എന്താകുന്നറിയാമോ? ഈ പറഞ്ഞ രൂപങ്ങളിൽ നിന്ന് അതിനെ മനസ്സിലാക്കപ്പെടുമായിരുന്നു എന്നതാണ്. അപ്പൊ ഇവിടെ നെസ് വന്നില്ലേ? നെസ് വന്നപ്പോ ഖിയാസ് വേണമെന്നായല്ലോ എന്നാ. കൊല്ല നമ്മൾ പറയുന്നു ലാനുസല്ലിമു, നമ്മൾ സമ്മതിക്കൂല. എന്ത്? അന്നഹു ലാ ഫായിദത്ത ഫീഹി, അങ്ങനെ ആ ദിക്ർ ഇല്ലത്തിനെ പറയുന്ന ഒരു ഫായിദ ഇല്ലാതാക്കാൻ നിങ്ങൾ പറഞ്ഞ ആ ഒരു ഫായിദയല്ലാതെ മറ്റൊരു ഫായിദ ഇവിടെ ഇല്ലല്ലോ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ ഒരു ഫായിദ നിങ്ങൾ പറഞ്ഞ കാരണം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ബൽ, പിന്നെയോ അൽ ഫായിദത്തു, അവിടെ ഇല്ലത്ത് പറഞ്ഞുള്ള ഫായിദ എന്താണെന്നറിയാമോ? ബയാനു മുദറക്കുൽ ഹുക്കിമി, ഇവിടെ ഹുക്കുമുണ്ട്. ആ ഹുക്കുമിനെ എത്തിക്കപ്പെട്ടതിന് ന്യായം വേണ്ട. ആ തെളിവ് എന്താണ്? ആ തെളിവ് ഈ ഇല്ലത്താണ്. അപ്പൊ ആ തെളിവ് വിശദീകരിക്കലാണ്. ഇവിടെ എങ്ങനെ ചെയ്യണമെന്നും ഒഴിവാക്കണമെന്നും രണ്ടാമൊരു വിധി ഉണ്ടാവും. ഒന്നിരിക്കൽ വുജൂദ് അല്ലെങ്കിൽ അതുമാണ് വിധി. വുജൂദാമ ഉണ്ടാവല്, അതുമാമ ഇല്ലാതിരിക്കല്. ഈ പറഞ്ഞ ഈ വിധിയെ എത്തിക്കപ്പെട്ടത് എന്താണോ അത് വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ വിധി വരാനുള്ള കാരണം ഇല്ലത്താണ്. അതൊരു ഫായിദയല്ലേ? ലിയക്കൂന ഔഖാബിൻ നഫ്സി, ഒന്നും കൂടി ഹൃദയത്തിന് ഒന്ന് രൂഢ മൂലമായി ഏറ്റവും നല്ല കൂടെ സംഭവിക്കാനും കൂടി ഒരു മാർഗമായി വന്നില്ലേ? ആ ഇല്ലത്താണ് ഈ വിധിക്ക് കാരണമെന്നൊരു ബോധ്യമായി കിട്ടുമല്ലോ മനസ്സിൽ. ആ ഒരു ഫായിദ അവിടെ ഇല്ലേനാ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഫായിദ അല്ല, ഈ ഫായിദ ഉണ്ട്. അപ്പൊ അങ്ങനെ ബസറിൽ അബുൽ ഹുസൈൻ എന്ന് പറയുന്ന ബസറക്കാരായ അബുൽ ഹുസൈൻ തങ്ങളുടെ ഇല്ലത്തൊക്കെ പൊളിച്ചു വിട്ടു. അപ്പൊ എന്ത് പറഞ്ഞു? സംഗതി സഹിയായ അഭിപ്രായ പ്രകാരം ഇല്ലത്തിന്റെ മേലുള്ള നെസ് എന്തല്ല? അമ്ര ഖിയാസ് അമ്ര അല്ല, ഖിയാസുള്ള അമ്ര അല്ലാതായി. അപ്പൊ സാലിസുക, ഇനി മൂന്നാമത്തെ ഒരു കൗലുണ്ട് ഇവിടെ. ആ കൗല ആരുതാ അറിയോ? ഓഹുവ കൗലു അബി അബിദില്ലാഹിൽ ബസരി എന്ന് പറയുന്ന അവിടെ കൗലാണ്. എന്താ മൂപ്പര കൗല്? അത്തഫ്സീലു, ഒരു വിശദീകരണമുണ്ട് എന്നാ. വിശദീകരണം എന്ന് പറഞ്ഞാൽ ഐ അന്നഹു, ഒറ്റടിക്ക് ഇപ്പൊ ഇവിടെ കൽപ്പനയില്ല, ഉണ്ടെന്ന് പറഞ്ഞു പോയിക്കല്ലേ.
എന്നാലും മൂന്നാം കൗല് പറയുന്നത് ഈ വിഷയത്തിൽ വിശദീകരണമുണ്ട്. അതായത് അന്നഹു നിശ്ചയമായിട്ടും ആ നസ് അമറ കൽപ്പിച്ചു ബിഹി ഇല്ലത്തിന്റെ മേലുള്ള നസ് എന്തുകൊണ്ട് കൽപ്പിക്കുന്നു? ഖിയാസ് കൊണ്ട് കൽപ്പിക്കുന്നു എന്ന്. എവിടെ? ഫി ജാനിബ് തെർക്കി, ഒരു കാര്യത്തെ ഉപേക്ഷിക്കുക എന്ന ജാനിബിൽ ഖിയാസ് കൊണ്ട് കൽപ്പിക്കുന്നുണ്ട്. ദൂരൽ ഫെയിലി, പ്രവർത്തിക്കണം എന്ന ജാനിബിനെ കൂടാതെ. എന്താ കാരണം? ലി അന്നൽ ഇല്ലത്ത ഫി തെർക്കി, കാരണം തെർക്കിലുള്ള ഇല്ലത്ത്, ഉപേക്ഷിക്കുക എന്നതിലുള്ള ഇല്ലത്ത് അൽ മുഫ്സിദത്തു, അതെന്താണ്? ഫസാദാക്കുന്നതാണല്ലോ. അപ്പൊ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ അതിലുള്ള ഇല്ലത്തൽ മുഫ്സിദത്തു, അത് ഫസാദാക്കുന്നതാണ്. അപ്പൊ ഈ ഫസാദാക്കുന്ന സംഗതി ഇല്ലാതെയായാൽ ഉള്ള ആവശ്യം എന്താണോ ആ ആവശ്യം ഇവിടെ നേടിയെടുക്കാൻ കഴിയും. ആ ആവശ്യം ഇവിടെ നേടിയെടുക്കാൻ കഴിയും. ബില്ലിംതിനായി അൻ കുല്ലി ഫർദിൻ മിമ്മാ തസ്ദുഖു അലൈഹിൽ ഇല്ലത്തു, ഈ ഇല്ലത്തൊക്കെ ഏതെല്ലാം ഫർദിന്റെ മേൽ സാദിഖാകുമോ അത്രമെല്ലാം ഫർദുകളെ തൊട്ട് തടയുക, ചെയ്യാതിരിക്കാന്നല്ലേ. അങ്ങനെ തടയലുകൊണ്ട് എന്തായെന്നറിയാമോ? ഇവിടെ ആ മുഫ്സിദത്ത് എന്ന സാധനം ഫസാദാക്കുന്നത് അത് ഇവിടെ ഇല്ലാതെയായാൽ ആവശ്യം നേടാൻ പറ്റുമല്ലോ, അതാണ് പറഞ്ഞത്. വൽ ഇല്ലത്തു ഫിൽ ഫഇലി, അപ്പൊ തെർക്കിലുള്ള ഇല്ലത്ത് മുഫ്സിദത്താണ്. അപ്പൊ അത് ഉപേക്ഷിക്കൽ അവിടേക്കാണ് ഖിയാസ്. അതേ സമയത്ത് ഫീലിലുള്ള ഇല്ലത്തോ അൽ മുസ്ലിഹത്തു, അത് നന്നാക്കല്ലേ. അപ്പൊ ഫീലുള്ള ഇല്ലത്ത് മുസ്ലിഹത്ത് നന്നാക്കുന്നതാണ്. മിൻ ഉസൂലിഹ, അവിടെ ആ ഇല്ലത്ത് ഉണ്ടായതിനാലുള്ള ആവശ്യം കിട്ടും. എന്തുകൊണ്ട് കിട്ടും? ബി ഫർദിൻ, ഒരു ഫർദ് കൊണ്ട് കിട്ടും. അതൊരു ഫർദ് കൊണ്ട് തന്നെ കിട്ടും. മറ്റേത് തെർക്കിലുള്ള ഇല്ലത്ത് മുഫ്സിദത്താണ്, അത് ഇല്ലാതെയായാലുള്ള ഉറന്ന് എന്തുകൊണ്ട് കിട്ടുക? ഈ ഇല്ലത്ത് ഏതുമെല്ലാം സാദിഖാകുമോ അങ്ങനെ സാദിഖാകുന്നതിൽ നിന്ന് എല്ലാ ഫർദിനെ തൊട്ടും എന്തു വേണം? മുംതനിയായി. അങ്ങനെ മുംതനിയായതിൽ കൊണ്ട് അത് കിട്ടും. കൊല്ല, നിങ്ങളിത്തിരി ഗതികെട്ട് വിശദീകരിച്ചല്ലോ, ഞങ്ങളൊന്ന് പറയാൻ മറുപടി. ഖൗലുഹു അൻകുല്ലി ഫർദിൻ മിമ്മാ തസ്ദഖു അലൈഹിൽ ഇല്ലത്തു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഈ മൂന്നാമത്തെ അഭിപ്രായക്കാര് ആ പറഞ്ഞു എന്താ പറഞ്ഞത്? ഇല്ലത്ത് സാദിഖാവുക, പറയാൻ പറ്റുക എന്നുള്ളതിൽ നിന്ന് എല്ലാ ഫർദിനെ തൊട്ടും എന്നൊരു പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞ ആ കൗല് മംനുഉൻ, അത് മംനുആണ്, ശരിയല്ല, അത് തടയപ്പെട്ടതാണ്. പിന്നെയോ ബൽ, പിന്നെ യക്ഫി, മതിയാകും, അൻകുല്ലി ഫർദിൻ മിമ്മാ യസ്ദഖു അലൈഹിൽ മുഅല്ലലു, മുഅല്ലല് അതിന്റെ മേൽ സാദിഖാവും. അപ്പൊ മുഅല്ലല് ഇല്ലത്താക്കപ്പെട്ടത്, ഇല്ലത്തല്ല ഇല്ലത്താക്കപ്പെട്ടത്, ആ ഇല്ലത്താക്കപ്പെട്ടത് എന്തോ അത് അതിന്റെ മേൽ സാദിക്കാവും. അങ്ങനെ സാദിക്കാകുന്നതിൽ നിന്ന് എല്ലാ ഫർദിനെ തൊട്ടും മതിയാകും എന്നതാ ഉള്ളത്. അല്ലാതെ ഇല്ലത്ത് സാദിക്കാകുന്നതിൽ നിന്ന് എല്ലാ ഫർദും എന്നതല്ല. അതിനെ അങ്ങനെ പൊളിച്ചു കിട്ടും. ശരി, ഇനി അർക്കാനു നമ്മൾ ഖിയാസാക്കാൻ പറ്റുന്നല്ലേ പറഞ്ഞത്? അയിൽ ഖിയാസിന്റെ ഫറലുകൾ അർബഅത്തുൻ, 4 മഖീസുൻ അലേഹി, ഒന്ന് മഖീസുൻ അലേഹി, അതാണ് അസ്ല്. 2 മഖീസുൻ, അത് ഫറഉമാണ്. വ മഅന മുശ്തറകും ബൈനഹുമ, മറ്റൊന്ന് മഖീസ് അലേഹിയുടെയും മഖീസിന്റെയും ഇടയിൽ കൂറായ ഒരർത്ഥം വേണം. ഇതാണ് 3. 4-മത്തത് ഹുക്കുമുൽ മഖീസ് അലേഹി, അസ്ലിനുള്ള വിധി. മഖീസ് അലേഹി എന്ന് പറഞ്ഞാൽ അസ്ല്, ആ അസ്ലിനുള്ള വിധിയാകുന്നത് യതഅദ്ദ, അത് വിട്ടുകിടക്കും, ബി വാസിത്തത്തിൽ മുശ്തറക്കി, നമ്മുടെ മുസ്തറക്കായ ഒരു മായനമാണെന്നാണ്. ആ മുസ്തറക്കായ ഒരു ബന്ധമുണ്ട്, ആ അത്തരം മാധ്യമം കൊണ്ട് മഖീസിലേക്ക് വിട്ടുകിടക്കുക. ഇങ്ങനെയുള്ള 4 കാര്യങ്ങളാ. ഈ 4 കാര്യങ്ങൾ ഒത്തുവന്നെങ്കിലേ ഖിയാസ് നടക്കുകയുള്ളൂ. ഈ 4-ൽ ഒന്ന് ഇല്ലാതെയായാൽ ഖിയാസ് നടക്കുകയില്ല. വലമ്മാ കാന യുഅബ്ബറു അനിൽ അവ്വലൈനി മിൻഹ, ഈ പറഞ്ഞ 4 നിന്ന് ആദ്യം പറഞ്ഞ 2 തൊട്ട് ഇബാറത്ത് പറയാൻ പറ്റുന്നതായപ്പോൾ മഖീസ് അലൈഹി, മഖീസ്, ഇതാണല്ലോ അവ്വലൈനി. ഈ 2 അവ്വലൈനിയെ തൊട്ട് അസ്ല് ഫർഉ. അപ്പൊ മഖീസ് അലൈഹിക്ക് അസ്ലും എന്നും പറയാം, മഖീസിന് ഫർഉം എന്നും പറയാം. ഇങ്ങനെ പറയാൻ പറ്റൽ കൊണ്ട്, ഇങ്ങനെ പറയൽ കൊണ്ട് ഈ 4 നിന്ന് ആദ്യത്തെ 2 തൊട്ട് ഇബാറത്തിടാൻ പറ്റുന്നതായപ്പോൾ
എന്തോടുകൂടെ അലാ ഖിലാഫിൻ ഫി ദാലിക, അതിൽ അഭിപ്രായമുണ്ട്. അസ്ലി ഫർഇ എന്ന് പറയുന്നതിൽ ഖിലാഫുണ്ട്. ആ ഖിലാഫ് ഉള്ളതോടൊപ്പം തന്നെ അങ്ങനെ ഇബാറത്തിടാൻ പറ്റുന്നതായപ്പോൾ ദക്കറഹു മുസന്നിഫ് അതിനെ പറഞ്ഞു, ആ ഖിലാഫിനെ പറഞ്ഞു. ഫി ളിംനി തഅദീദ്ഹ, ആ സംഗതികളേത് അവകൾ വിട്ടുകിടക്കുക. ആ വിട്ടുകിടക്കുക എന്ന് പറയുന്നതിന്റെ ളിംനിൽ കൂടെ തന്നെ ആ ഖിലാഫ് മുസന്നിഫ് പറഞ്ഞിട്ട് ഫഖാലൽ അവൽ ദക്കറഹു, ആ ഖിലാഫിനെ മുസ്ലിം പറഞ്ഞിരിക്കുന്നു. ഫി ളിംനി തഅദീദ്ഹ, അവകൾ വിട്ടുകിടക്കുക എന്നതിന്റെ ഉള്ളിൽ കൂടെ തന്നെ മുസ്ലിം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആവുന്നതോടൊപ്പം തന്നെ അസ്ലി ഫർഇ എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ വന്നപ്പോൾ ഫഖാല മുസന്നിഫ് പറഞ്ഞു, അൽ അവലു, ആദ്യത്തേത് അസ്ലാണ്. ആദ്യത്തേത് അസ്ല എന്ന് പറഞ്ഞാൽ മഖീസ് അലൈഹി, അൽ അസ്ലു അസ്ലാണ്. വഹുവ അസ്ലാണെന്ന് പറഞ്ഞാൽ മഹല്ലുൽ ഹുക്മിൽ മുസബ്ബഹി ബിഹി, മഹല്ലുൽ ഹുക്മി അൽ മുസബ്ബഹു ബിഹി, ഹുക്മിന്റെ മഹല്ല്, ആ വിധിയുള്ള മഹല്ല് ആണ് അസ്ല്. എങ്ങനത്തെ മഹല്ല്? അൽ മുസബ്ബഹു ബിഹി, ആ മഹല്ലിനോട് അസ്ലിനോട് തശ്ബിയാക്കപ്പെട്ടിട്ടുണ്ട്, ആ മഹല്ലിനോട് തശ്ബിയാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ മഹല്ലാണ് അസ്ല് എന്നാണ്. ഇവിടെ ഈ റഫ് കൊണ്ട് വായിക്കണം മുസബ്ബഹു എന്ന്. എന്താ കാരണം? സിഫത്തുൽ മഹല്ലു, മഹല്ലി എന്നതിനുള്ള സിഫത്താണ്. അല്ലെങ്കിൽ സിഫത്തുൽ മഹല്ലി അൽ മഹല്ലു എന്ന് പറയുമ്പോൾ ലഫ്ള് മുറാദാക്കിയിട്ട് മഹല്ലു വായിക്കാറൊക്കെ ഖായിദയിൽ അങ്ങനെ വായിച്ചതാ. അപ്പൊ മഹല്ലി എന്നതിനുള്ള സിഫത്താണ് മുസബ്ബഹു. അപ്പൊ റഫ് കൊണ്ട് വായിക്കുക. പെട്ടെന്ന് അൽ മുസബ്ബഹി ബി എന്ന് നമുക്ക് തോന്നിപ്പോകും. ഞാൻ ആദ്യം വായിച്ചതുപോലെ അൽ ഹുക്മിൽ മുസബ്ബഹി ബി പേവാണത്. അപ്പോ എങ്ങനത്തെ മഹല്ല്? അതിനോട് തശ്ബിയാക്കപ്പെട്ടു, അതാണ് അസ്ലെന്ന്. അപ്പൊ അസ്ല് ഏതായിരിക്കും? അയൽ മഖീസ് അലൈഹി, മഖീസ് അലി. അപ്പൊ മഖീസ് അലിക്ക് എന്ത് പറയാം? പിന്നെ അസ്ൽ എന്ന് പറയാം. അസ്ൽ എന്ന് പറഞ്ഞാൽ തന്നെ ഹുക്മിന്റെ മഹല്ലി എന്നാണ്. ഇനി അവിടെ കീലയുണ്ട്. അസ്ൽ എന്ന് പറഞ്ഞാല് ദലീലുഹു, മഹല്ലല്ല അതിന്റെ. അസ്ൽ എന്ന് പറഞ്ഞാൽ ദലീലുൽ ഹുക്മി, ഹുക്മിന്റെ ലക്ഷ്യം എന്താണോ അതാണ് അസ്ൽ എന്നാണ്. ഇനി മൂന്നാമത്തെ അഭിപ്രായം കേൾക്കും, ഹുക്കുമുഹു, ഹുക്കും തന്നെയാണ്, മഹല്ലു അല്ല ദലീലും അല്ല. ഈ കീലക്കാരോട് ഹുക്കുമാണ് അസ്ല്. ഐ ഹുക്കുമുൽ മഹല്ലിൽ മദ്കൂർ, ഇവിടെ പറയപ്പെട്ട മഹല്ലുണ്ടല്ലോ ആ മഹലിന്റെ ഹുക്കുമാണ്. ഇങ്ങനെ മൂന്ന് അഭിപ്രായം ഇപ്പൊ അവിടെ പറഞ്ഞു. വസയഅതി, ശേഷം വരുന്നുണ്ട്. അന്നൽ ഫർഅ, നിശ്ചയമായിട്ടും ഫർഅ എന്ന് പറഞ്ഞാൽ അൽ മഹല്ലുൽ മുശബ്ബഹു, തശ്ബീഹാക്കപ്പെട്ടതാണ് മഹല്ല് എന്ന് പറയുന്നു ഒരു അഭിപ്രായം. അല്ല ഫർഅ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല, അവിടെ വേറൊരു അഭിപ്രായം ഹുക്കുമുഹു, ഹുക്കുമാണെന്ന് ഒരു അഭിപ്രായം. വലാ യതഅത്ത ഫീഹി, ഈ പറഞ്ഞ ഫർഇൽ സൗകര്യമാകൂല എന്ത്? ഖൗലും ബി അന്ന ദലീലൽ ഹുക്മി, ഹുക്മിന്റെ ദലീലാണ് എന്ത്? ഫർഇ എന്നൊരു ഖൗല്. അതുകൊണ്ട് പറയാൻ ഇവിടെ സൗകര്യമാവുകയില്ല. കൈഫ, എങ്ങനെ സൗകര്യമാകും? വദലീലുഹു, ആ ഹുക്മിന്റെ ദലീലാകുന്നത്, അതായത് ആ ഫർഇന്റെ ദലീൽ ഖിയാസല്ലേ, പിന്നെ എങ്ങനെ ഹുക്മിന്റെ ദലീൽ എന്ന് ഇവിടെ പറയാൻ പറ്റുക എന്നർത്ഥം. ഫൽ അവ്വലു, അപ്പോൾ ആദ്യം പറഞ്ഞ അഭിപ്രായം ഫർഇനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ മഹല്ലുൽ മുശബ്ബഹ് എന്ന്, അത് വന്നത് മബ്നിയുൻ അലൽ അവ്വലി, അസ്ലി നമ്മൾ പറഞ്ഞ എന്താ? മഹല്ലുൽ ഹുക്മിൽ മുശബ്ബഹു എന്ന് പറഞ്ഞില്ലേ, അതും എടുത്തിട്ടാണ് ഫർഇനെ ഇങ്ങനെ പറഞ്ഞത്. വസാനി, രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞ എന്താ? ഹുക്മു എന്നല്ലേ ഫർഇനെ പറ്റി പറഞ്ഞത്? ഹുക്മു എന്നുള്ള അഭിപ്രായം ഉണ്ട് ഫർഇന്. ആ അഭിപ്രായം എന്തും എടുത്തിട്ടാ? മബ്നിയുൻ അല സാലിസി, അസ്ലി പറഞ്ഞ മൂന്നാമത്തെ അഭിപ്രായമാണ് ഹുക്മു എന്ന് പറഞ്ഞു, അതും എടുത്ത് പറഞ്ഞതാണ്. വഖദ, ഇതുപോലെ തന്നെയാണ് അലസാനി, ഇനി രണ്ടാമത്തിന്റെ മുന്നെടുത്തിട്ടും പറയുന്നത്. രണ്ടാമത്തത് ഏതാണ്? ഹുക്മിന്റെ ദലീലാണ് എന്നാണ്. ഹുക്മിന്റെ ദലീൽ ഇവിടെ വരാൻ പറ്റൂല, വാക്ക് സൗകര്യമാവൂല എന്നും പറഞ്ഞു. അതുപോലെ തന്നെയാണ്. അപ്പൊ മൂന്നാമത്തിന്റെ മേലെടുത്തു, അല്ല രണ്ടാമത്തിന്റെ മേലും എടുത്തിട്ടാണ് രണ്ടാമത്തത് വന്നു ഒരു കഥയുണ്ട്. അന്നുഹു, കാരണം ഇതാ സ്വഹ തഫറുൽ ഹുക്മി, ഒരു ഹുക്മ് തഫറു ആവൽ, അനിൽ ഹുക്മി, ഒരു ഹുക്മ് എന്ത് ചെയ്യാ? തഫറു ആ, പിരിഞ്ഞു പോരാ, അനിൽ ഹുക്മി, മറ്റൊരു ഹുക്മിനെ തൊട്ട്. അപ്പൊ ഒരു ഹുക്മ് മറ്റൊരു ഹുക്മിനെ തൊട്ട് എന്താവുക? തഫറു ആയി വന്നാൽ, തഫറു ആയി വരികയാണ് എങ്കിൽ എന്താ അവിടെ പറ്ററിയോ?
സ്വഹ ശരിയായി തഫറുഹു ആ ഹുക്കുമ് അൻ ദലീലിഹി ആ ഹുക്കുമിന്റെ ദലീലിനെ തൊട്ട് തഫറു ആര് ശരിയായല്ലോ. ഒരു ഹുക്കും മറ്റു അപ്പൊ മഖീസ് അലൈഹിന്റെ ഹുക്കുമെ തഫറു ആയി വന്നു മഖീസിന്റെ ഹുക്കുമ്. അങ്ങനെ വരുമ്പോൾ അത് പറ്റുമെങ്കിൽ ആ തഫറു വന്നത് എങ്ങനെയാ, അത് ആ ഹുക്കുമിനുള്ള ദലീലുണ്ടല്ലോ അതിനെ തൊട്ട് ശരിയായി വന്നതല്ലേ. ഇസ്തിനാദിൽ ഹുക്കുമി ഇലൈഹി കാരണം ഹുക്കുമിനെ ആ ദലീലിലേക്ക് ചേർത്തതിന് വേണ്ടി അതിനാണ്ടാകില്ലേ ഹുക്കുമ്. കൊല്ലും മിൻ ആദിഹിൽ അഖ്വാലി ഈ കൗലുകളിൽ നിന്നും മുഴുവനും അല്ലത്തി എങ്ങനത്തെ കൗലുകള് ഫിത്തസ്മീയത്തി പേര് വെക്കുന്നതിലുള്ള കൗലുകള് ആ പേര് വെക്കുന്നതിലുള്ള കൗലുകളാണ് ഇവകളിൽ നിന്നുള്ള എല്ലാം. ലാ തുഖിരിജു അത് പുറപ്പെടുവിക്കുന്നില്ല. അമ്മാവിൽ ലുഗത്തി അല്ലെങ്കിൽ ലാ തഖറുജു അത് പുറത്തു പോകുന്നില്ല. അമ്മാവിൽ ലുഗത്തി ലുഗത്തിലുള്ള ഒന്നിനെ തൊട്ട് ഈ പറഞ്ഞ എല്ലാ കൗലുകളും പുറത്തു പോകുന്നില്ലല്ലോ. അതെന്തിനാലാണ് അവിടെ പറഞ്ഞത് മിൻ അന്നൽ അസ്ല നിശ്ചയമായിട്ടും അസില് അസിൽ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. എന്തൊന്ന് യംബനി അലൈഹി അതിന്റെ മേലിൽ പിറവി ഉണ്ടാകും എടുക്കൽ വരും. വയറുഹു അസിൽ അല്ലാത്തതിനെ. അപ്പൊ അസിൽ എന്ന് പറഞ്ഞാൽ ഈ അസിലിന്റെ മേലിലാണ് മറ്റൊന്നെടുക്കൽ വരിക എന്നുള്ളതാണ് ലുഗത്തിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ അതിനെ തൊട്ട് ഈ പറഞ്ഞ കൗലുകളൊന്നും പേര് വെക്കുന്ന വിഷയത്തിൽ പുറത്തു പോകൂല. ഫർ എന്ന് പറഞ്ഞാല് ഫർ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഉൽ ഫർ എന്നും വായിക്കാം. ഫർ എന്ന് പറഞ്ഞാല് മാ ഒന്നാണ്. യംബനി അത് എടുക്കൽ സിദ്ധിക്കും. അലാ വൈരിഹി അതല്ലാത്തതിന്റെ മേലിൽ വന്നതാണ് ഇത്. ഫർ എന്ന് പറഞ്ഞാല് ഇത് അല്ലാത്ത മറ്റൊന്നിന്റെ മേലിൽ എടുക്കൽ വന്നു. അസിൽ എന്ന് പറഞ്ഞാൽ അസിൽ അല്ലാത്തതിനെ ഇതിന്റെ മേലെടുക്കൽ വന്നു. ഇങ്ങനെയാണ് ലോകത്തിൽ പറഞ്ഞത്. ഈ പറഞ്ഞതിനെ തൊട്ടൊന്നും ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ കൗലുകളൊന്നും പുറത്തു പോകൂല. വൽ അവ്വലു മിനൽ അഖ്വാലി ഫീഹ ഈ കൗലുകളിൽ നിന്ന് നമുക്ക് ഈ പറയപ്പെട്ട കൗലുകളുണ്ടല്ലോ ഈ കൗലുകളിൽ നിന്ന് ആദ്യത്തേത് അഖറബു അതാണ് ഏറ്റവും അടുത്തത്. ഏതാ ആദ്യത്തെ കൗല്? അസിൽ എന്ന് പറഞ്ഞ മഹല്ലുൽ ഹുക്മി അൽ മുശബ്ബഹു ബി എന്നല്ലേ, അതാണ് അഖറബ്. അപ്പോ അൽ അവ്വലു മിനൽ അഖ്വാലി കൗലുകളിൽ നിന്ന് ആദ്യം പറഞ്ഞത് ഫീഹ അവകളിൽ അഖറബു അവകളിൽ പറഞ്ഞാല് അഖറബു അതാണ് ഏറ്റവും അടുത്തത്. ആ തസ്മിയത്തിൽ ഏറ്റവും അടുത്തത് അതാണ് ആദ്യം പറഞ്ഞതാ. കമാല യഖ്ഫ അത് ആർക്കും തിരിയും. അത് തിരിയാത്ത ഒന്നല്ല, അത് തിരിയുന്നതാണ്. അത് നിഗൂഢമായതല്ലോ. ഒലി കൗനി ഹുക്മിൽ ഫർഇ ഫർഇന്റെ ഹുക്മ് ആയതിന് വേണ്ടി ഫർഇന്റെ ഹുക്മ് ആയി എന്തായി വൈറ ഹുക്മൽ അസിലി അസിലിന്റെ ഹുക്മ് അല്ലാത്തത് ആവുക എന്നതിന് അതാണ് ഒലി കൗനി ഹുക്മിൽ ഫർഇ ഫർഇന്റെ ഹുക്മ് ആവുക എന്താവുക വൈറ ഹുക്മിൽ അസിലി അസിലിന്റെ ഹുക്മ് ആവാതിരിക്കുക എന്നത് എങ്ങനെ ബിഇതിബാരി മഹല്ല് പരിഗണിച്ചുകൊണ്ട് മഹല്ലിനെ നോക്കുമ്പോ അസിലിന്റെ വിധിയല്ല ഫർഇന്റെ വിധി ഇങ്ങനെ വരിക എന്നതിന് വേണ്ടിയും അല്ലേ, അങ്ങനെ ആയതിന് വേണ്ടിയും അങ്ങനെ ആയതിന് വേണ്ടിയുമാണ് ഇങ്ങനെയൊക്കെ വന്നത് പറയണത്. ഐനുഹു അതിന്റെ ഐന് ഏത് ഹുക്കുമിന്റെ ഐന് ബിൽ ഹഖീഖത്തി ഹഖീഖത്ത് കൊണ്ടാണെങ്കിൽ പോലും മഹല്ലിനെ പരിഗണിച്ച് നോക്കുമ്പോ അസ്ലിന്റെ വിധിയല്ല ഫർഇന് വന്ന വിധി. ഇങ്ങനെ ആയതിന് വേണ്ടിയും സഹ ശരിയായി തഫറഅൽ അവ്വലു ആദ്യത്തെ സഹ ശരിയായി എന്ത് തഫറുൽ അവ്വലി ആദ്യത്തേത് പിരിഞ്ഞുണ്ടാവുക അലസാനി രണ്ടാമത്തെ കൗലിന്റെ മേലിൽ ആദ്യത്തെ കൗല് പിരിഞ്ഞു വരാലോ. രണ്ടാമത്തെ കൗലിന്റെ മേലിൽ ആദ്യത്തെ കൗൽ എന്താവാ പിരിഞ്ഞു വരാം. ഹഖീഖത്ത് കൊണ്ട് പറഞ്ഞു അല്ലേ. അപ്പൊ ആദ്യത്തെ കൗൽ എന്ത് ചെയ്യാം പിരിഞ്ഞു വരാം എന്ന് പറയുന്നു. ആദ്യത്തെ കൗൽ എന്തായിരുന്നു? ആ കൗലിനനുസരിച്ചിട്ട് ആദ്യത്തെ കൗല് വരിക രണ്ടാമത്തെ കൗലിനനുസരിച്ച് വരിക.
ബിഇതിബാരി മാ യദുല്ലു അലൈഹിമ, അത് രണ്ടിന്റെ മേലും അറിയിക്കുന്നു എന്നതിനെ പരിഗണിച്ചുകൊണ്ട്, അത് രണ്ടിന്റെ മേലും അറിയിക്കുന്നു എന്ന പരിഗണന കൊണ്ട് രണ്ടാമത്തതിന്റെ മേലിൽ ഒന്നാമത്തെ തഫറു ആയി വരാം. അപ്പൊ രണ്ടാമത്തെ വിധിയുടെ മേലിൽ ഒന്നാമത്തെ വിധിയും തഫറു ആയി വരാൻ ശരിയാവും. എന്തുകൊണ്ട്? ഹുക്കുമിന്റെ അസലിന്റെ പറയലുള്ള മഹല നോക്കുമ്പോ അല്ല, അങ്ങനെ ആവുക എന്ന് വരുമ്പോൾ രണ്ടാമത്തതിന്റെ മേൽ ഫറഇന്റെ മേലിലുള്ള വിധി അസലിന് വിധി തഫറു ആയിട്ട് വരാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടുവരുന്നത്. അത് രണ്ടിനെയും മേൽ അറിയിക്കുന്നുണ്ടല്ലോ, അസലിന്റെ മേലും അറിയിക്കുന്നുണ്ട്, ഫറഇന്റെ മേലും അറിയിക്കുന്നുണ്ടല്ലോ, അത് എന്ന പരിഗണന വെച്ച് നോക്കിയിട്ടാണ് പറഞ്ഞത്. അസലിന്റെ ദലീല് നസ്, ഫറഇന്റെ ദലീല് ഖിയാസ്. അത് രണ്ടും പരിഗണിച്ച് വരുമ്പോൾ അങ്ങനെയാണ് രണ്ടിനെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ എന്നുള്ള വിഷയം. ഇനി മറ്റൊന്ന് ഇൽമിൽ മുജ്തഹിദ് ബിഹി, അതുപോലെ തന്നെ ഇതുകൊണ്ട് ആരറിയുന്നു? മുജ്തഹിദ് അറിയുന്നു, ഗവേഷകൻ അതുകൊണ്ട് അറിയുന്നുമുണ്ട് എന്നത് വെച്ച് നോക്കിയിട്ടുമാണ് ഈ പറയുന്നത്. ലിഇതിബാരി മാ നഫ്സിൽ അംരി, അങ്ങനെ പറയാൻ കാരണം യഥാർത്ഥത്തിലുള്ള ഒന്നിനെ പരിഗണിച്ചതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്നുള്ള അഹ്കാമ, കാരണം വിധികളൊക്കെ ഖദീമല്ല, അള്ളാന്റെതല്ലേ, അത് ഖദീമാണ്. വലാ തഫറുഅ ബിൽ ഖദീമി, ഖദീമിൽ എന്തില്ല? തഫറു ഇല്ലല്ലോ. അപ്പൊ ഖദീമിൽ തഫറു ഇല്ല, വിധികളൊക്കെ ഖദീമാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യേണ്ടി വന്നത്. ദലീല് കൊണ്ട് മുജ്തഹിദ് അറിയുക, ഹുക്മ് കൊണ്ടല്ല, ദലീല് കൊണ്ട് അറിയുക. അപ്പോ ദലീല് കൊണ്ട് ആരറിഞ്ഞു? മുജ്തഹിദ് അറിഞ്ഞു. ഇങ്ങനെ അറിയുക എന്നുള്ളൊരു പരിഗണനയും ഇവിടെ ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തഫറുൽ വിഷയം പറഞ്ഞത്. വലാ യുസ്തറത്തു, ഷർത്താക്കപ്പെടൂല, ഫിൽ അസ്ലില്ലദി യുഖാസു അലൈഹി, ഏതൊന്നിന്റെ മേലാണോ ഖിയാസാക്കപ്പെടുക അതാണ് അസ്ല്. ആ അസ്ലിൽ എന്തില്ല? ഷർത്തില്ല. ദാലുൻ അലാ ജവാസിൽ ഖിയാസി അലൈഹി, ആ അസ്ലിന്റെ മേൽ ഖിയാസാക്കൽ ജായിസാണ് എന്ന് അറിയിക്കുന്ന ഷർത്തില്ല. അങ്ങനെ അറിയിച്ചെങ്കിലേ പറ്റുന്നില്ല. എന്തുകൊണ്ട് അറിയിക്കുക? ബിനൗഇഹി, അതിന്റെ ഇനം കൊണ്ട്, ഔ ശഖ്സിഹി, അല്ലെങ്കിൽ അതിന്റെ വ്യക്തിത്വം കൊണ്ട്. ഇങ്ങനെ അറിയിക്കുന്നതൊന്നും ഷർത്തില്ല. വലത്തിഫാഖുൻ, യോജിക്കലും ഷർത്തില്ല. അല വുജൂദിൽ ഇല്ലത്തി, ഇല്ലത്തുണ്ടാവണം. എന്തില്? ഫീഹി, ആ ഖിയാസ് അസില്, ആ അസിൽ എന്ത് വേണമെന്നറിയാമോ? ഇല്ലത്തുണ്ടാവണം. അവ അസിലുള്ളതായിരിക്കുന്ന ഇല്ലത്തുണ്ടാവൽ രണ്ടിലും യോജിക്കണം എന്ന ഷർത്തുമില്ല. വ്യക്തി കൊണ്ടോ, വ്യക്തിത്വം കൊണ്ടോ, ഇനം കൊണ്ടോ ഖിയാസാക്കൽ ജായിസാണ് എന്ന മേൽ അറിയിക്കുന്നതും ഷർത്തില്ല. ഇത് രണ്ടിനെയും ബാധിച്ച രണ്ടാൾക്കാർക്ക് എതിരായിട്ട് അവർ ഒരെണ്ണം ഷർത്താക്കിയിട്ടുണ്ട്. ഇവിടെ തസ്നിയത്തി സായിമ് എന്നതിന്റെ സായിമൈ തസ്നിയാക്കിയിട്ട് പറയാം. അപ്പോ ഹിമ വിഷയമല്ല, സായിമൈ എല്ലോടത്താണ്. അപ്പൊ ആരാണ് ആ സായിമിങ്ങള്? ഐ സായിമി ഇസ്തിറാത്തിൽ ഔവലി, ആദ്യത്തത് ഷർത്താണ് എന്ന് വാദിച്ച ആൾ. എന്താണത് ആദ്യത്തെ ഷർത്ത്? ഷഖ്സ്, ഇതുകൊണ്ടൊക്കെ അസ്ലിന്റെ മേലിൽ ഖിയാസാക്കാൻ പറ്റും എന്നതിന്റെ മേലിൽ അറിയിക്കുന്ന ഷർത്താണെന്നാ പറഞ്ഞത്. ബഹുവ, ആ ഷർത്താക്കി വാദിക്കുന്ന ആള് ഉസ്മാനുൽ ബത്തി എന്ന് പറയുന്ന ആളാണ്. ബത്തി എന്ന് പറഞ്ഞാൽ വസ്ത്രവിൽപ്പനക്കാരൻ എന്നർത്ഥമുണ്ട്, അതിലേക്ക് ചേർത്തിക്കൊണ്ടാണ് പറയുന്നത്. മൂപ്പർക്കാണ് ആ വാദമുള്ളത്. രണ്ടാമത്തെ ആള് വസായിമു ഇഷ്തിറാത്തി സാനി, രണ്ടാമത്തത് ഷർത്താണെന്ന് വാദിച്ചാൽ, അത് പറഞ്ഞാല് അതിലുള്ള ഇല്ലത്ത്, ആ ഇല്ലത്ത് ഉണ്ടാവൽ ഇത്തിഫാക്കാവണം. രണ്ടിലും ഇല്ലത്ത് ഇത്തിഫാക്കായി, മഖീസ് അലൈഹിലും മഖീസിലും എന്ത് വേണം? ഇത്തിഫാക്ക് വേണം, ഇല്ലത്ത് എന്ന് ഷർത്താണ്. ഇത് വാദിച്ച ആൾ ആരറിയോ? ബഹുവ ബിസ്റുൽ മറീസി. ബിസ്റുൽ മറീസി എന്ന് പറയുന്നത് മിസ്രിലുള്ള ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് മരീസി എന്ന് പറയുന്നു. അതെ, മിസ്രിലുള്ള ഗ്രാമത്തിൽപ്പെട്ട ഒരു ഗ്രാമമാണത്. അവിടെയുള്ള ആളാണ് മഹാൻ. മൂപ്പരാണ് അങ്ങനെ വാദിച്ചത്. അപ്പോ ഫഇന്ദൽ അവ്വലി, ആദ്യത്തെ വാദം വാദിച്ച ആളുടെ അടുക്കൽ ലാ യഖാസു ഫീ മസായിൽ ബൈഇ, വിൽപ്പനയുടെ മസ്അലകളിൽ ഖിയാസ് ഉണ്ടാകൂല. അത് പറഞ്ഞത് എന്താണ്? ഇന്നതുകൊണ്ട് ഖിയാസാക്കൽ ജായിസാണെന്ന് അറിയിക്കണല്ലോ വേണം.
മസലൻ ബൈ എന്നൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോ ഇല്ലാ ഇദാ ഖാമ ദലീലുൻ അലാ ജവാസിൽ ഖിയാസി ഫീഹി, വിൽപ്പനയിൽ ഖിയാസ് ജായിസാണെന്ന് അറിയിക്കുന്ന ലക്ഷ്യം ഉണ്ടെങ്കിൽ നിന്നാൽ ഒഴികെ, നിന്നെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ പറ്റൂല. വഇന്ദസ്ഥാനി രണ്ടാമത് വാദിച്ച ആളുടെ അടുക്കൽ ലാ യുഖാസു ഖിയാസാക്കപ്പെടുകയില്ല ഫീ മുഖ്തുലിഫ ഫീ വുജൂദിൽ ഇല്ലത്തി ഫീഹി, അതിൽ ഇല്ലത്ത് ഉണ്ടോ എന്ന കാര്യത്തിൽ ഭിന്നഭിപ്രായമുണ്ടെങ്കിൽ അതിൽ ഖിയാസാക്കുകയില്ല. ബൽ പിന്നെയോ ലാ ബുദ്ദ ബഅദൽ ഇത്തിഫാഖി, ഇത്തിഫാഖ് വേണം. എന്തിന്റെ മേല്? അലാ അന്ന ഹുക്മൽ അസ്ലി, മഖീസ് അലിഹിയായ അസ്ലി അതിന്റെ വിധി, മുഅല്ലലുൻ അത് ഇല്ലത്താക്കപ്പെട്ടതാണ് എന്നതിന്റെ മേൽ ഇത്തിഫാഖ് വേണം. അവിടെ ഇത്തിഫാഖ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂടാതെ കഴിയൂല. മേൽ ഇത്തിഫാഖി യോജിക്കലിനെ തൊട്ട് അല അന്ന ഇല്ലത്തഹു, നിശ്ചയമായിട്ടും അതിന്റെ ഇല്ലത്ത്, ആ ഹുക്മിന്റെ ഇല്ലത്ത് കഥ ഇന്നാലിന്നതാണ് എന്നുള്ള ഇത്തിഫാഖും കൂടി വേണം. അങ്ങനെ ആയെങ്കിലേ ഖിയാസ് നടക്കൂ, അല്ലെങ്കിൽ നടക്കൂല. എങ്കിൽ അവ രണ്ടുപേരും ബാധിച്ച വാദം മർദൂദുൻ, അത് തട്ടപ്പെടുന്നതാണ്. അത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കൂല. എന്തുകൊണ്ട് തട്ടപ്പെട്ടു? ബി അന്നഹു ലാ ദലീല അലൈഹി, അങ്ങനെ അതിന്റെ മേൽ അറിയിക്കുന്നൊരു ദലീലേ ഇല്ല. ദലീല് വേണമെന്നല്ലേ പറയുന്നത്? അങ്ങനെ അറിയിക്കുക, ഖിയാസിന്റെ മേൽ അറിയിക്കുക ദലീലേ ഇല്ല, അപ്പൊ അങ്ങനെ സർത്താക്കിയ ശരിയല്ല എന്നാണ് നമ്മൾ അതിന് മറുപടി പറഞ്ഞ് തട്ടിവിട്ടത്. അവിടെ ദലീലേ ഇല്ല. അപ്പൊ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഫർള്. അപ്പോ മഖീസ് അലിയെ കുറിച്ച് പറഞ്ഞു. ഇനി അസ്സാനി മിനൽ അർക്കാൽ ഖിയാസി, ഖിയാസിന്റെ ഫറലുകളിൽ നിന്ന് രണ്ടാമത്തെ ഫറൽ എന്താ? ഹുക്കുമുൽ അസ്ലി, അസ്ലിന്റെ വിധി. ഖിയാസിന്റെ രണ്ടാമത്തെ ഫറല് അസ്ലിന്റെ വിധിയാണ്. ഒമൻ ഷർത്തിഹി, അപ്പോ അസ്ലിന്റെ വിധി വരുമ്പോൾ ആ വിധിയിൽ ഷർത്താണ് എന്ത്? സുബൂത്തുഹു, ആ വിധി സ്ഥിരപ്പെട്ട് ഷർത്താവണം. സ്ഥിരപ്പെട്ടത് ഷർത്താണ്. എന്തുകൊണ്ട്? ബിഗൈരി ഖിയാസ്, ഖിയാസ് അല്ലാത്തത് കൊണ്ടാണ് സ്ഥിരപ്പെട്ടതെന്ന് മനസ്സിലാവണം. ഖീല, അവിടെ ഖീലയുണ്ട്. ഒൽ ഇജ്മാഇ, ഇജ്മാ. അപ്പൊ ഇജ്മാവും ഖിയാസും അല്ലാത്തത് കൊണ്ടാണ് അസ്ലിന്റെ വിധി സ്ഥിരപ്പെട്ടത് എന്ന് ഷർത്ത. കാരണം ഇതിലോ സബത്ത ബിൽ ഖിയാസി, അവിടെ അസ്ലിന് വന്ന വിധി ഖിയാസ് കൊണ്ടാണ് സ്ഥിരപ്പെട്ടു എന്ന് വെക്കുക. എന്നിട്ട് അതിന്മേൽ ഖിയാസാക്കി പറ്റുന്നില്ല. അപ്പൊ കാൽ ഖിയാസ് സ്ഥാനി, ഇവിടെ രണ്ടാമത്തെ ഒരു ഖിയാസ് വരുന്നു. അങ്ങനെ രണ്ടാമത്തെ ഖിയാസ് ആയി. എപ്പോ? എന്ത്? ഇത്തിഹാദ് ഇല്ലത്തി, രണ്ടിന്റെയും ഇല്ലത്ത് ഒന്നായി വരുമ്പോൾ രണ്ടാമത്തെ ഖിയാസ് ലഗ്വൻ, അത് വെറുതെയായി പോയി. രണ്ടാമത്തെ ഖിയാസ് ഇല്ലത്തൊക്കുമ്പോൾ വെറുതെയായി, വിഫലമായി എന്ന് പറയുന്നത് ലിൽ ഇസ്തിഗ്നായി അൻഹു ബി ഖിയാസിൽ ഫർഇ ഫീഹി, അതിൽ എന്താണെന്നറിയുമോ? ആ ഖിയാസിൽ ഫർഇന്റെ ഖിയാസ് കൊണ്ട്, ഇനി രണ്ടാമതൊരു ഖിയാസോട് ആവശ്യമില്ലല്ലോ, അതില്ലാത്തത് കൊണ്ടാണ് ലഗ്വായത്. അലൽ അസ്ലി ഫിൽ അവ്വലി, ആദ്യത്തേതിലുള്ള ഖിയാസിൽ അസ്ലിന്റെ മേലിൽ എന്തായിന്നറിയാമോ? ഖിയാസിൽ ഫർഇന്റെ ഖിയാസ് കൊടുത്തു. ഫർഇനെ ഖിയാസാക്കി ആദ്യത്തേതിൽ അസ്ലിന്റെ മേലിൽ എന്തായി? ഫർഇന്റെ മേൽ ഖിയാസാക്കി. അതേ ഖിയാസ് കൊണ്ട് മതിയാക്കി രണ്ടാമത്തേതിന്. ഇഖ്തിലാഫിഹിമ, ഇനി ഇത് രണ്ടും എതിരാകുന്ന സമയത്ത്, ഖിയാസും മഖീസും രണ്ടിന്റെ വിധി അവിടെ എതിരായാൽ, ഇങ്ങനെ എതിരാകുന്ന സമയത്ത് ഖൈറു മുൻഅഖിദുൻ, ഇല്ലത്ത് ഒത്തപ്പോൾ, ഇനി ഇല്ലത്ത് രണ്ടിന്റെ എതിര് വന്നാലോ അപ്പൊ പിന്നെ ഖിയാസ് എന്താകും? മുൻഅഖിദാകും. മുൻഅഖിദാകും എന്തുകൊണ്ടാണ്? ലിഅദമി ഇശ്തിറാക്കിൽ അസ്ലി വൽ ഫർഇ ഫീഹി, ആ ഖിയാസിൽ എന്താണെന്നറിയാമോ? ഫറും അസ്ലും ഇശ്തിറാക്കില്ല. എന്ത് വിഷയത്തില്? ഇല്ലത്തിൽ ഹുക്മി, ഹുക്കുമിന്റെ ഇല്ലത്ത് നോക്കുമ്പോ ഖിയാസിൽ രണ്ടും തമ്മിൽ വിരുദ്ധമായി കൂറാവിലില്ലാതെ വന്നു. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് മുൻഅഖിദായി വന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഷർത്ത് എന്ത് വേണം? ഖിയാസ് കൊണ്ടും പറ്റൂല, ഇജ്മാ കൊണ്ടും ആറ്റാതിരിക്കണം. ഖിയാസ് കൊണ്ട് വന്നാലുള്ള സ്വീപ്പ് ഇങ്ങനെയാണല്ലോ എന്നാ പറഞ്ഞത്. ഇനി മിസാലുൽ അവ്വലി, ഒന്നാമത്തതിന്റെ ഉദാഹരണം. മിസാലുൽ അവ്വലി, ഒന്നാമത്തതിന്റെ ഉദാഹരണം.
ഒന്നാമത്തേതിന്റെ ഉദാഹരണം ഏതാണെന്നറിയോ? ഏതാ? പിന്നെ ഒന്നാമത്തേതിന്റെ മിസാൽ ഖിയാസുൽ ഗുസ്ലി, കുളിയെ നമ്മൾ എന്താക്കുക? ഖിയാസാക്കുക. എന്തിന്റെ മേല്? അലസ്വലാത്തി, നിസ്കാരത്തിന്റെ മേൽ ഖിയാസാക്കുക. എന്ത് വിഷയത്തിൽ? ഫിസ്തിറാത്തിൻ നിയ്യത്തി, നിയ്യത്ത് ഷർത്താണെന്ന വിഷയത്തിൽ. നിസ്കാരത്തിൽ ഷർത്താണല്ലോ, നിസ്കാരത്തിൽ നിയ്യത്ത് വേണമല്ലോ. അതേ വിഷയത്തിൽ എന്താക്കുക? കുളിക്കും ഷർത്താക്കി വെക്കുക. അപ്പൊ കുളിക്കും നിയ്യത്താണ് ഷർത്ത്. അപ്പൊ കുളിയെ സലാത്തിന് ഖിയാസാക്കി. എന്തു നിലക്ക്? ജാമിഅൽ ഇബാദത്ത്, ഇബാദത്ത് ജാമി രണ്ടിലും, ഇബാദത്ത് രണ്ടിലും ജാമിയാണ്. ആ ജാമി എന്ന പ്രകാരം നിയ്യത്ത് ഷർത്താണെന്ന വിഷയത്തിൽ നിസ്കാരത്തിന്റെ മേൽ കുളിയെ ഖിയാസാക്കിയെടുത്തു. നിങ്ങൾ എന്ത് ചെയ്യണം? സുമ്മ ഖിയാസുൽ വുളൂഇ, പിന്നെ വുളൂനെ ഖിയാസാക്കുക. എന്തിന്റെ മേല്? അലൽ ഗുസ്ലി, കുളിന്റെ മേല്. കുളിയപ്പോ കുളിക്കുള്ള വിധി കിട്ടിയത് ഇപ്പൊ എങ്ങനെയാ? ഖിയാസ് കൊണ്ട് കിട്ടിയതല്ലേ? അതാണ് അവര് അതിമേക്കൽ ഖിയാസാക്കുക. രണ്ടാമത്തെ ഖിയാസ് വുളൂഇനെ. അപ്പൊ ഒന്നാമത്തേതിന്റെ വിധി ഖിയാസായി വന്നു. ആ ഖിയാസോട് കിട്ടിയതായിരിക്കുന്ന വിധിയെ രണ്ടാമത്തെ ഖിയാസ് വുളൂ, അതിനും കിട്ടുന്ന വിധി ഖിയാസ് കൊണ്ടാണ്. ഫീമാ ദുക്ര, പറയപ്പെട്ട വിഷയത്തിൽ. അങ്ങനെ നിസ്കാരത്തിന്റെ മേൽ കുളി നമ്മൾ എന്താക്കി ഖിയാസാക്കിയത്? ഇബാദത്ത് എന്ന ജാമ്യ കൊണ്ട് നിയ്യത്തിന്റെ ഷർത്തിന്റെ വിഷയത്തിലാക്കി. അതേമാതിരി ഇവിടെ കുളിയുടെ മേൽ എന്താക്കി? ഇബാദത്ത് എന്ന ജാമ്യ വെച്ചിട്ട് കുളിക്കുമ്പോൾ നിയ്യത്ത് വേണം എന്ന ആ രീതിയിൽ ഉദൂർ നിയ്യത്ത് വേണം. അപ്പൊ കുളിയുടെ മേൽ ഉദൂനെ ഖിയാസാക്കി. ഇങ്ങനെ കൊണ്ടുവന്ന ഈ രണ്ടാമത്തെ ഖിയാസ് ലഗവൻ, അത് ലഗവാണ്. എന്തുകൊണ്ട് ലഗവായി? ലിസ്തിഗ്നാഇ അൻഹു, ഇവിടെ ആ ഖിയാസ് ആവശ്യമില്ലാതെ വന്നു. ബി ഖിയാസിൽ വുളൂഇ അല സ്വലാത്തി, വുളൂഇനെ നിസ്കാരത്തിന്റെ മേൽ ഖിയാസാക്കി. വുളൂഇനെ നിസ്കാരത്തിന്റെ മേൽ ഖിയാസാക്കുമ്പോൾ ഇവിടെ കുളിയുടെ മേൽ ഇനി ഖിയാസാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ മിസാലു സാനി, ഈ രണ്ടാമത്തിന്റെ ഉദാഹരണം അതേതാ? ഖിയാസുർ റത്ഖി, റത്ഖ്. റത്ഖ് എന്ന് പറഞ്ഞാൽ വഹുവ ഇൻസിദാദു മഹല്ലിൽ ജിമാഇ, ബന്ധപ്പെടുന്നൊരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം പറ്റ അടഞ്ഞാണ് പോവുക. അങ്ങനെ ബന്ധപ്പെടാൻ പറ്റുന്ന ഓട്ടം അവിടെ ഇല്ല. അതാണ് റത്ഖ്. ഈ റത്ഖ് എന്ന് പറയുന്നതിനെ ഖിയാസാക്കി. എന്തിനോട്? അലാ ജബ്ബി ദക്കർ, ഒരാളെ ദക്കർ പറ്റ ലിംഗം മുറിച്ചൽ കളഞ്ഞു, അപ്പൊ ഓനിപ്പോ ദക്കറില്ല. അങ്ങനെ ജബ്ബു ദക്കറിന്റെ മേലിൽ ഇൻസിദാദു മഹല്ലുൽ ജിമാ എന്ന് പറയുന്ന റത്ഖിനെ ഖിയാസാക്കി. എന്ത് വിഷയത്തില്? ഫി ഫസ്ഖിൻ നിക്കാഹി, നിക്കാഹ് ദുർബലമാകുക എന്ന വിഷയത്തില്. പിന്നെ മറ്റു ലദ്ദത്തിന്റെ വിഷയത്തിലല്ല. നിക്കാഹ് ഫസാദാണ്, ഫസ്ഖാണ് എന്ന വിഷയത്തിൽ ജബ്ബു ദക്കറിന്റെ മേലിൽ റത്ഖിനെ ഖിയാസാക്കി. അപ്പൊ റത്ഖിനെ ഖിയാസാക്കിയത് എന്ത്? അതിനോട് ജാമ്യ എന്താ? രണ്ടിലും ബി ജാമി, അതന്നെ ബി ജാമി ഫവാത്തിൽ ഇസ്തിംതായി, നിക്കാഹ് ഫസാദായി, ഫസ്ഖായി. എന്തുകൊണ്ട്? രണ്ടിലും അവിടെ രണ്ടാളിലും എന്തില്ല? സുഖം എടുക്കുക, സുഖം അനുഭവിക്കുക എന്നുള്ളത് നഷ്ടപ്പെട്ടു. അത് റത്ഖിലുമുണ്ടല്ലോ, ജബ്ബു ദക്കറിലുമുണ്ടല്ലോ. അതുകൊണ്ട് അപ്പൊ ആ ഒരറ്റത് വെച്ചിട്ട് റത്ഖിനെ ജബ്ബു ദക്കറിന്റെ മേൽ ഖിയാസാക്കി. അപ്പൊ റത്ഖിന് കിട്ടിയത് വിധി ഖിയാസ് കൊണ്ട് കിട്ടിയതാ. എന്നിട്ട് ഇനി രണ്ടാമത്തെ വേറെ ഖിയാസ്, സുമ്മ ഖിയാസുൽ ജുദാമി, വെള്ളപ്പാണ്ടാണല്ലോ ജുദാം, കുഷ്ഠരോഗം. ഈ കുഷ്ഠരോഗം എന്ന് പറയുന്ന ഈ ജുദാമിനെ ഖിയാസാക്കി എടുത്തു. എന്തിന്റെ മേല്? അല റത്ഖി, റത്ഖിന്റെ മേലെടുത്തു. ഫീമാദുക്കറായി പറയപ്പെട്ടതുപോലെ ഇസ്തിംതാന് പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ കാരണം ഉണ്ടാകുമ്പോ നിക്കാഹ് ഫസ്ഖ് വരെയൊക്കെ ചെയ്യാറ്. ആ ഒരു വിഷയത്തിൽ റത്ഖിന്റെ മേലിലാണ് ജുദാമിനെ ഖിയാസാക്കിയത്. റത്ഖിന്റെ വിധി കിട്ടിയത് ജബ്ബു ദക്കറിന്റെ മേൽ കിട്ടിയ ഖിയാസിന്റെ വിധി കൊണ്ട് കിട്ടിയതാ. ആ ഖിയാസ് കൊണ്ട് കിട്ടിയ വിധിയാ. അങ്ങനത്തെ ഖിയാസ് കൊണ്ട് കിട്ടിയ വിധി, അങ്ങനത്തെ ഇതിന്റെ മേലിലാണ് ജുദാമാവുന്ന രണ്ടാമത്തെ ഖിയാസാക്കിയത്. മുൻ അഖിദിൻ, ഇത് മുൻ അഖിദല്ല. കാരണം രണ്ടും രണ്ടിൻ്റെത് വൈരുദ്ധ്യമായി പോയി, രണ്ടും എതിരാണ്. മഖീസും അലൈഹി. എന്താ കാരണം? മുൻ അഖിദല്ല എന്ന് പറയാൻ കാരണം മുൻ അഖിദാണ്, മുൻ അഖിദല്ല. മുൻ അഖിദാണെന്നല്ല, മുൻ അഖിദല്ലല്ലോ. എന്താ മുൻ അഖിദല്ല എന്ന് പറഞ്ഞത്? ലി അന്ന ഫവാത്തൽ ഇസ്തിംതാഇ, സുഖം എടുക്കുക എന്നുള്ളത് വൈറു മൗജൂദിൻ ഫീഹി, കുഷ്ഠരോഗിയായ ഒരാളിൽ എന്താണ്? എത്തിക്കപ്പെട്ടതല്ല. അപ്പൊ എന്തായി? വൈരുദ്ധ്യമായി വന്നു. അപ്പൊ അവിടെ ഖിയാസ് മുൻ അഖിദല്ല. വൽ ഖൗലു ബി അന്നഹു ലാ യസ്ബുതു ഹുക്മുൽ അസ്ലി ബിൽ ഇജ്മാഅ്, ഇജ്മാഅ് കൊണ്ട് ഒരു അസ്ലിന്റെ വിധി സ്ഥിരപ്പെടൂല എന്നൊരു ഖൗലുണ്ട്. ആ ഖൗല്
എങ്ങനെ ഇജ്മാവ് കൊണ്ടുള്ള അസലിന്റെ വിധി സ്ഥിരപ്പെടില്ല എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഇല്ലാ അൻ യുഅലമ മുസ്തനദുഹു, ഇജ്മാഇന്റെ മുസ്തനദ് അന്നസ്സു നസ്സാണ് എന്ന് അറിയപ്പെട്ടാൽ ഒഴികെ. അങ്ങനെ നസ്സാണെന്നറിഞ്ഞാൽ ഹുക്മ് സ്ഥിരപ്പെട്ടു. അപ്പൊ വയുസ്നദുൽ ഖിയാസു ഇലൈഹി, അപ്പോൾ പിന്നെന്ത് ചെയ്യും? ആ ഖിയാസിനെ ചേർക്കപ്പെടുന്നത് നസ്സിലേക്കാണ് ആണെന്നാ പറയുന്നത്, നസ്സിലേക്കാണ്. ഇങ്ങനെ പറയുന്ന ഒരു കൗലുണ്ട് ഇവിടെ. ഈ കൗല് അംഗീകരിക്കണ്ട. മർദൂദുൻ, അത് തട്ടപ്പെട്ട കൗലാണ്. എന്തുകൊണ്ട് തട്ടി? ബി അന്നഹു ലാ ദലീല അലൈഹി, അങ്ങനെ ഇവിടെ പറഞ്ഞ ഈ കൗലിന്റെ മേലിൽ ഒരു ലക്ഷ്യവുമില്ല. അങ്ങനെ ദലീലില്ലാത്തൊരു വാദമായി പോയി, അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റൂല. നാം എങ്കിലും യഹ്തമിലു, സാധ്യമാകും. എന്ത്? യകൂനൽ ഇജ്മാഉ, ഇവിടെ ഇജ്മാഉ ഉണ്ടായത് അൻ ഖിയാസിൻ, അതൊരു ഖിയാസിനെ തൊട്ട് വന്നതാണെന്ന് പറയാം. വയുദ്ഫഉ ബി അന്ന കൗന ഹുക്മിൽ അസ്ലി ഹീന ഇതിൻ, ഖിയാസ് കൊണ്ട് ഇജ്മാ ഉണ്ടാകുന്ന സമയത്ത് അസ്ലിന്റെ ഹുക്മ് ആകുക അൻ ഖിയാസിൻ, ഒരു ഖിയാസിനെ തൊട്ടുണ്ടാവുക എന്നുള്ളത് എന്താണ്? മാനിഉൻ, അത് മാനി ആണല്ലോ ഖിയാസില്. വൽ അസ്ലു, അടിസ്ഥാനപരമായി നോക്കുമ്പോ അദമുൽ മാനിഇ, മാനി ഇല്ല എന്നുള്ളതുമാണ്. എന്നുള്ളത് കൊണ്ട് ഇവിടെ എന്താകപ്പെടാം? ഈ ഖിയാസേക്ക് ദഫ് ചെയ്യാം. ഇങ്ങനെ ദഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹിത്തിമാൽ വരുന്നുണ്ടെങ്കിലും ആ ഹിത്തിമാലിന് ദഫ് ഇങ്ങനെ ചെയ്യാം. വകൗനുഹു, ആ വിധിയായിരിക്കണം. ഗൈറ മുതഅബ്ബദിൻ ഫീഹി ബിൽ ഖത്ഇ, ഉറപ്പ് കൊണ്ട് അതിൽ ആരാധിക്കപ്പെടാത്തതായിരിക്കണം വിധി. ഏതുപോലെ കമാ ദക്കറഹുൽ ഗസ്സാലിയു, ഗസ്സാലി ഇമാം പറഞ്ഞതുപോലെ. അങ്ങനെ എന്തുകൊണ്ട്? ലിഅന്നമാ തഅബ്ബദ ഫീഹി ബിൽ ഖത്ഇ, ഉറപ്പ് എന്നതുകൊണ്ട് അതിൽ ആരാധിക്കണം എന്ന് വരുന്നൊരു കൽപ്പന ഉണ്ടെങ്കിൽ അത് ഇന്നമാ യുഖാസു, അപ്പൊ നിശ്ചയമായിട്ടും ഖിയാസ് ചെയ്യപ്പെടുക അലാ മഹല്ലിഹി, അതിന്റെ മഹലിന്റെ മേലല്ലേ? ആ ഖത്ഇന്റെ മഹൽ എന്താണോ അതിന്റെ മേലായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ മഹലിന്റെ മേൽ ഖിയാസാക്കപ്പെടുക മാ ഒന്നിനെയാണ്. എങ്ങനത്തെ ഒന്ന്? യുത്ലബു ഫീഹിൽ ഖത്ഉ, അതിലും യഖീൻ വേണം എന്ന ഒരു തേടപ്പെടുന്ന ഒന്നേ ഖിയാസാക്കപ്പെടുകയുള്ളൂ. അപ്പോ അതേതുപോലെ യഖീന് കൽ അഖായിദി, വിശ്വാസപരമായ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിലൊക്കെ യഖീനാക്കണം. അങ്ങനത്തെ യഖീനുള്ള കാര്യങ്ങൾ ഖിയാസാക്കുമ്പോൾ ആ മഹലിൽ യഖീനുള്ളതേ ഖിയാസാക്കാൻ പറ്റൂ എന്ന് വരും. വാസ്തവത്തിൽ ഖിയാസു, ഖിയാസാണെങ്കിലോ ലാ യുഫീദുൽ യഖീന, അത് യഖീനെ ഫലം വെക്കുകയും പമിപ്പിക്കുകയും ഇല്ലല്ലോ. അപ്പൊ ഖിയാസ് വരണമെങ്കിൽ എന്ത് വേണം? അസിന്റെ വിധി അത് ഖത്ത് കൊണ്ട് മുതഅബ്ബദുൻ ഫീ ആവാതിരിക്കണം. അതാണ് വിഷയം. വഅ്തിറള, എങ്കിൽ ഇവിടെ ഇഅ്തിറാദുണ്ട്. ഇഅ്തിറാദ് പറയപ്പെടുകയാണ്. എന്താണ് ഇഅ്തിറാദ് എന്നറിയാമോ? ഇഅ്തിറാദ് പറയുന്നത് ബി അന്നഹു, നിശ്ചയമായിട്ടും ഖിയാസ് യുഫീദുഹു, അത് യഖീനിനെ മനസ്സിലാക്കി തരുമല്ലോ. എപ്പോ? ഇദാ ഉലിമ ഹുക്മുൽ അസ്ലി, അസ്ലിന്റെ വിധി എന്താണെന്ന് അറിയപ്പെട്ടാൽ. വമാ ഹുവ അൽ ഇല്ലത്തു ഫീഹി, വമാ ഒന്നും, ഹുവ അത് അൽ ഇല്ലത്തു ഫീ അതിലുള്ള ഇല്ലത്താണ്, അതും അറിയപ്പെട്ടാൽ. വജൂദുഹ ഫിൽ ഫർഇ, അവ ഫർഇൽ ഉണ്ടാവുക എന്നുള്ളതും അറിയപ്പെടുകയാണ് എങ്കിൽ എന്താകും? ഖിയാസാക്കി കിട്ടിയാൽ ആ ഖിയാസ് എന്തായി? യഖീൻ ഉറപ്പിച്ചില്ലേ എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഇനി പറയാനുള്ളത് കൗലുഹു, ആ വിധിയായിരിക്കണം. ഖിയാസാക്കണമെങ്കിൽ അതിനുള്ള ഷർത്ത് ആ വിധിയായിരിക്കണം, ശർഈയായ വിധിയായിരിക്കണം. ഇനിസ്തൽഹഖ ഹുക്മൻ ശർഈയൻ, അത് ശർഈയായ ഒരു ഹുക്മിനോട് ചേർന്നതാണ് എങ്കിൽ ഹുക്മ് ശർഈയായിരിക്കണം. അതെങ്ങനെ? ബിഅൻകാറൽ മത്ലൂബു, തേടപ്പെടുന്നത്, മത്ലൂബു തേടപ്പെടുന്നത്, ഇസ്ബാത്തുഹു
ദാലിക ആ ശർഈയായ ഒരു വിധിയെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് തേടപ്പെടുന്നത്. അങ്ങനെ ആകുമ്പോൾ ആ ശർഈയായ ഹുക്കുമാവുക എന്ന് പറഞ്ഞത്. ഫഇല്ലം യസ്തൽഖിഹു ശർഈയായ ഒരു വിധിയോട് അത് ചേർന്നില്ലെങ്കിൽ അതെങ്ങനെ ചേരാതിരിക്കല് ബിഅൻകാൽ മത്ലൂബു തേടപ്പെടുന്നത് ഇസ്ബാത്തുഹു ഗൈറ ദാലിക അങ്ങനെ ശർഈയായ ഒരു വിധി അല്ല ഖിയാസ് സ്ഥിരപ്പെടുത്തുന്നത് എന്നാണ് തേടപ്പെടുന്നത് എങ്കിലാണ് ഇസ്തിൽഹാഖില്ല എന്ന് പറയുന്നത്. അത് ബിനാഅൻ അലാ ജവാസിൽ ഖിയാസി ഇത് ഖിയാസ് പറ്റും ബിൽ അഖ്ലിയാത്തി വൽ ലുഗവിയാത്തി ലുഗവിയായ കാര്യങ്ങളിലും അഖ്ലിയായ കാര്യങ്ങളിലും ഖിയാസ് പറ്റും എന്ന് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. അതിന്റെ മേൽ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഫലാ യുഷ്തറത്തു ഷർത്തില്ല എന്തില്ല അൻ യകൂന ഹുക്മുൽ അസ്ലി അസ്ലിന്റെ വിധി ശർഈയൻ ശർഈ ആവണം എന്നൊന്നും ഷർത്തില്ല. ബിമഅന അന്നഹു യകൂനു ഗൈറ ശർഈൻ അതെങ്ങനെ ശർഈ ആവൽ ഷർത്തില്ല എന്ന് പറഞ്ഞത് അത് ശർഈ അല്ലാത്തതായിരിക്കും. വലാ ബുദ്ധ കൂടാതെ കഴിയൂല കാരണം ഫഇന്ന ഗൈറ ശർഈ അല്ലാത്തത് ലാ യസ്തൽഹിഖുഹു ആ ശർഈ അല്ലാത്തതിനോട് ചേരൂല. ഇല്ലാ ഗൈറു ശർഈ അല്ലാത്തതല്ല ചേരൂല ഗൈറു ശർഈ ചേരുള്ളൂ. ഏതുപോലെ കമാ അന്ന ശർഈയായ ഒരു കാര്യം ലാ യസ്തൽഹിഖുഹു ശർഈയായതിനോട് ചേരില്ല തേടൂല ഇല്ലാ ശർഈ അല്ലാതെ അതാണ് പറഞ്ഞത്. വലമ്മ ദക്കറൽ ആമിദിയു വഗൈറുഹു ആമിദി ഇമാമും അല്ലാത്തവരും പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു ഹാദ ഷർത്ത ഈ ഷർത്ത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഷർത്ത് പറഞ്ഞല്ലോ എന്തിന്റെ മേലെടുത്തിട്ട് പറഞ്ഞതാണ് ബിനാഅൻ അലംതിനാഇൽ ഖിയാസി ഫിൽ അഖ്ലിയാത്തി വൽ ലുഗവിയാത്തി ലുഗവിയായ കാര്യങ്ങളിലും അഖ്ലിയായ കാര്യങ്ങളിലും ഖിയാസ് മുംതനി ആണെന്നുണ്ട്. ആ ഒരു വാദത്തിന്റെ മേൽ എടുത്തതിന് വേണ്ടി ഇങ്ങനൊരു ഷർത്ത് ആമിദി ഇമാമും അല്ലാത്തവരും പറഞ്ഞപ്പോൾ കമാ സ്വറഹു ബിഹി അതുകൊണ്ട് അവർ വ്യക്തമാക്കി പറയും ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ വന്നപ്പോൾ എന്തായി സാദൽ മുസന്നിഫു ഒന്ന് കൂടുതലാക്കി ഫീഹി ഖിയാസിൽ അൽ ഖൈദൽ മദ്കൂറ പറയപ്പെട്ടതായിരിക്കുന്ന നിബന്ധനയും കൂടി കൂട്ടി പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ആ നിബന്ധനയുടെ പറയേണ്ടി വന്നു ചോദിച്ചാൽ ലിയബ്ഖ അലാ ശറത്തിയ്യതിഹി അത് ഷറത്തായിരിക്കുക എന്തിന്റെ മേൽ എന്തോടുകൂടെ മഅ ജവാസിൽ ഖിയാസ് ഫീഹിമാ അത് രണ്ടിലും ഖിയാസ് പറ്റും. അങ്ങനെ രണ്ടിലും ഖിയാസ് പറ്റും എന്നതോടൊപ്പം തന്നെ അത് ഷർത്താവുക എന്നതിന്റെ മേൽ അവശേഷിക്കുവാൻ വേണ്ടി കൊണ്ടാണ് എന്ത് പറഞ്ഞത് അങ്ങനെ മുസ്ലിം കൂട്ടി പറഞ്ഞത് അർത്ഥം. അൽ മുറജ്ജഹി ഇന്ദു അദ്ദേഹത്തിന്റെ അടുക്കൽ റാജിഹാക്കപ്പെട്ടത് ഖിയാം ജവാസ എന്നുള്ളതാണ്. ആ ജവാസ് ഇവിടെ ഇപ്പോ വജൂദിഹ എന്ന് പറഞ്ഞാൽ അത്തുബ് അലാ ഹുക്മി വല്ലമീറിൽ ഇല്ലത്തുണ്ടാവുക എന്നാ. വിമാന ഹാദ ഷർത്ത് എന്ന് പറഞ്ഞാല് മുത്തലഖൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈറ മുഖയ്യദിൻ ബിഖൗലിൻ ഇസ്തഹൽഖ അവിടെ മുത്തലഖൻ എന്ന് പറഞ്ഞ ഷർത്താ ഇവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോ മുസന്നിഫ് അതിലെന്തൊരു കൈത് കൂട്ടിക്കൊടുത്തു. ആ കൈത് എന്താന്ന് ചോദിച്ചാല് ഖിയാസ് ശർഈ അല്ലാത്തതിലും പറ്റുമെന്നുള്ളതാണ് മദ്ഹബ്. ആ മദ്ഹബിന്റെ മേലെടുത്ത് ഷർത്തില് എന്തായെന്ന് പറയുമ്പോൾ കൈത് കൊടുത്തു. അതായത് ഷർത്തിയത്തിന്റെ മേല് ലാ യബ്ഖാവും അത് ഷർത്താവുക എന്നതിന്റെ മേലിൽ ഇവിടെ ലാ യബ്ഖാന്ന് കാണുന്നു ശർഈല്. പക്ഷെ അങ്ങനെയാണോ? അതായത് ഐ കൗനുഹു ശർഈയൻ അത് ശർഈ ആയിരിക്കുക എന്നുള്ളതാണ് എന്ത് ഷർത്ത്. അത് ശർഈ ആയിരിക്കുക എന്നതിന്റെ മേലിൽ അവശേഷിക്കാൻ വേണ്ടി എന്നല്ലേ കൈത് കൂട്ടിയത്. ഇനി കൗനുഹു ആ ഖിയാസ് ഹുക്മാവാതിരിക്കണം വൈറ ഫർഇൻ ഫർഇന്റെ അല്ലാത്തത് വരണം. എപ്പോ ഇദാലം യദ്ഹറുൽ വസ്തി അപ്പൊ ഇൻഷാ അല്ലാഹ് വകൗനുഹു വൈറ ഫർഇൻ ഇദാ ലം യദ്ഹർ ലിൽ വസ്തി എന്ന് പറയുന്നിടത്തുനിന്ന് നാളെ നമുക്ക് ആരംഭിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഇതുവരെ പറഞ്ഞതിനെ അല്ലാഹ് ഖബൂൽ ചെയ്യട്ടെ. ദുആ വസിയത്തോടുകൂടെ
നിങ്ങളിലേക്ക് ഈ ക്ലിപ്പ് ഞാൻ വിടുകയാണ്. പിഴവുകളും തെറ്റുകളുമുണ്ടെങ്കിൽ തിരുത്തുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.